അപ്പം നമുക്ക് ചേച്ചിയുടെ ബുട്ടീക്കിന്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് സ്വപ്ന മന്ത്ര? സ്വപ്ന എന്ന് പറഞ്ഞത് ഒബ്വിയസ്ലി എൻ്റെ പേരാണ്. അതെ. മന്ത്ര എന്ന് പറയുന്നത് എൻ്റെ വീട്ടുപേരാണ്. ഓ അത് ശരി. ഓക്കെ. വീട്ടിൻ്റെ പേരാണ് മന്ത്ര എന്ന് പറയുന്നത്. അങ്ങനെ ഞാനൊരു തുടക്കം വേറൊരു പാർട്ട്ണറുമായിട്ട് ചേർന്നിട്ട് എനിക്കൊരു ബിസിനസ് ഉണ്ടായിരുന്നു. അതിൽ അവിടെ നിന്ന് മാറി തനിച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ പേര് വെച്ചിട്ട് തന്നെ ഞാൻ തുടങ്ങിയതാണ്. വെച്ചാൽ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എന്നിലേക്ക് എത്താനായിട്ടൊരു എളുപ്പത്തിനാണ് എൻ്റെ പേര് വെച്ചിട്ട് നമ്മൾ ബ്രാൻഡ് ചെയ്തത്. അതുപോലെ തന്നെ അപ്പോൾ ഇതിനു മുമ്പ് തന്നെ ഞാൻ തനിച്ച് തുടങ്ങുന്നത് 2015-ലാണ്. ഞാൻ ഓൾറെഡി എനിക്ക് സ്വപ്ന മന്ത്ര എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജ്, എൻ്റെ ഫേസ്ബുക്ക് നെയിം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ആ ഒരു പേരിട്ടുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തത്. ചേച്ചി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ഷോപ്പായിട്ട് തന്നെയാണോ അതോ യൂണിറ്റ് ആയിട്ടാണോ? എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് യൂണിറ്റ് ഷോപ്പ് രണ്ടും കൂടി ചേർന്നിട്ട് തന്നെയാണ്. ശരിക്കും ഞാൻ കരിയർ സ്റ്റാർട്ട് ചെയ്തത് 2006-ലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അന്നും ഇതുപോലെ തന്നെ സ്റ്റാർട്ടിങ് സമയത്ത് ഞാൻ ചെയ്തിരിക്കുന്നത് റെഡിമെയ്ഡ് ആയിരുന്നു. നമ്മൾ തുടങ്ങിയത് സ്റ്റാർട്ടിങ് അവിടെ നിന്നായിരുന്നു. ഷോപ്പുകളിലേക്ക് നമ്മൾ ഡിസൈൻ ഞാൻ പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ തന്നെ അതിൻ്റെ രീതിയിലേക്ക് റെഡിമെയ്ഡ്സ് ചെയ്ത് ഷോപ്പുകളിലേക്ക് കൊടുക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ അത് എല്ലാവരും പ്രൊഡക്റ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, സെയിൽ ചെയ്ത് പോകുന്നുണ്ട്, പക്ഷെ ക്യാഷ് കിട്ടുന്നുണ്ടായിരുന്നില്ല. തിരിച്ച് അവരുടെ അടുത്ത് നിന്ന് ക്യാഷ് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഒരു 6 months കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മാറി കസ്റ്റമൈസിലേക്ക് കയറാൻ തുടങ്ങി. ഡയറക്റ്റ് കസ്റ്റമേഴ്സുമായിട്ടുള്ള രീതിയിൽ ചെയ്തു തുടങ്ങി. അത് പക്ഷേ ഒരു കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് നമുക്ക് പോകാൻ പറ്റി. ഇപ്പം ചേച്ചിക്ക് എത്ര ഷോപ്പുണ്ട്? 2 ഷോപ്പുണ്ട്. 2 ഷോപ്പ് എവിടെയായിട്ടാണ്? മെയിൻ ഷോപ്പ് വരുന്നത് തൃപ്പൂണിത്തുറയാണ്. വരുന്നത്. പിന്നെ വന്നത് എടപ്പള്ളിയിൽ. ഓക്കെ. ഇപ്പം എത്ര നാളായി ഈ എടപ്പള്ളിയിലെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്ത്? 8 months ആയിട്ടുള്ളൂ. അത്രേ ആയിട്ടുള്ളൂ. ഓക്കെ. അപ്പം എന്താണ് ചേച്ചിയുടെ ഒരു സ്പെഷ്യാലിറ്റി ഡിസൈനിങ്ങിൽ അല്ലെങ്കിൽ ചേച്ചിയുടെ ഷോപ്പിൽ? എൻ്റെ ഇപ്പോൾ അതിലൊരു കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഒരു 2019 മുതലാണ് ഞാൻ അതിലേക്ക് സെയിൽസിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് 2019 മുതൽ. എന്താണ് ആ സ്പെഷ്യലായിട്ട് ചെയ്തിരിക്കുന്നത്? കോട്ടൺസ് ആണ് വരുന്നത്. കോട്ടൺസ് അത് ഞാനൊരു കോട്ടൺ ലവറാണ്. ചെറുപ്പം മുതൽ തന്നെ ഒരു കോട്ടൺ ലവറാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഞാനത് തുടങ്ങാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമൊക്കെ ചെയ്തിരുന്നത് കസ്റ്റമൈസേഷനും അതുപോലെ കൺസൾട്ടേഷൻ, അതേപോലെ പുറത്തുനിന്നുള്ള ഓർഡർ വർക്ക്, അതല്ലെങ്കിൽ തന്നെ മറ്റുള്ള ഡിസൈനേഴ്സിന് വേണ്ടിയിട്ടുള്ള ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെയായിരുന്നു ഒരു 2015 മുതൽ. ഞാൻ നോർമലി 6 മുതൽ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ 2015-ലാണ് ഞാൻ എൻ്റെ ബ്രാൻഡായിട്ട് ഞാൻ ഇറങ്ങിയത്. അവിടെ മുതൽ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ഡയറക്റ്റ് ഓർഡേഴ്സ് ആയിരുന്നു കൂടുതലും ചെയ്തിരുന്നത്. അതല്ലാതെ ഡിസൈനേഴ്സ് വരുന്നുണ്ടായിരുന്നു, ഒരുപാട് പേര് ഡിസൈനേഴ്സ് വരുന്നുണ്ട്. അവരവരുടെ പ്രൊഡക്ട്സ് കൊണ്ടുവന്നിട്ട് നമ്മളടുത്ത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചുകൊണ്ട് പോകുന്നതുണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ മെറ്റീരിയൽസ് കൊണ്ടു തന്നിട്ട് നമ്മൾ ചെയ്തു തരുമോ എന്നുള്ളത് ചോദിച്ചിട്ട്, അതായത് അവരവരുടെ കുറേ പ്രൊഡക്ട്സ് നമുക്ക് കൊണ്ടുതരും, ഫാബ്രിക് കൊണ്ടുതരും, ഡിസൈൻ ചെയ്തോളൂ, ഡിസൈൻ ചെയ്ത് പ്രൊഡക്റ്റ് കിട്ടണം എന്നുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യുന്നത്. അങ്ങനെ അത് കുറേ വന്നായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനത് നിർത്തി. ആ ഒരു പരിപാടി വെച്ച് നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ ഇതെല്ലാം ചെയ്തു വന്നിട്ട് വേറൊരാളുടെ പേരിലേക്ക് അത് വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ അതോടുകൂടി ഞാനൊരു 2019-നോടുകൂടി തന്നെ ഞാനത് ഏകദേശം സ്റ്റോപ്പ് ചെയ്തിരുന്നു. പിന്നെ കോട്ടൺ തിരഞ്ഞെടുക്കാനുള്ള റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കോട്ടൺ മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഏകദേശം ഒരു 10-15 കൊല്ലമായിട്ട് ഞാൻ കോട്ടൺ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഏത് ഷോപ്പിൽ ചെന്നാലും കോട്ടൺ എന്ന് പറയുന്ന ഏതൊരു റാക്കിൻ്റെ ഒരു 2 കോളം അത് അത്രേ ഉള്ളൂ. കോട്ടണിൽ നമുക്ക് കിട്ടുന്നില്ല, വെറൈറ്റീസ് കിട്ടുന്നില്ല. പിന്നെ അതിനെ ഏത് ഷോപ്പിൽ ചെന്നാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കോട്ടൺ? എന്നാൽ എല്ലാവർക്കും ഇഷ്ടമാണ് കോട്ടൺ, എല്ലാവർക്കും ഇഷ്ടമാണ്. അതിനനുസരിച്ചുള്ള രീതിയിൽ നമുക്ക് കിട്ടാണ്ടായപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണെന്ന് പറയാം. അങ്ങനെയാണ് ഞാൻ അന്വേഷണം തുടങ്ങിയത്. പിന്നെ എൻ്റെ ഒരുപാട് പഠിച്ചു, എന്തൊക്കെ ടൈപ്പ് ഉണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ പഠിച്ചു വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ഏറ്റവും കൂടുതൽ തോന്നിയത് നമുക്ക്
ശരീരത്തിന് ഒട്ടും ഹാനികരമല്ലാത്തതും ആ ഒരു എപ്പോഴും സ്ക്രീൻ ഫ്രണ്ട്ലി ആണ്, നമുക്ക് എക്കോ ഫ്രണ്ട്ലി ആണ്. അപ്പോൾ അതെല്ലാം കൊണ്ട് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു കോട്ടൺ ലവറാണ്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുത്തുകൊണ്ട് ചെയ്യുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് തുടങ്ങിയത്. ഇപ്പം ഏകദേശം എൻ്റെ ഒരു കസ്റ്റമറിൽ ഒരു 60 to 70% ആൾക്കാരെ ഞാൻ കോട്ടൺ ലവേഴ്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. കോട്ടൺ അപ്പം മിക്കതും അതെങ്ങനെ കെയർ ചെയ്യുന്നത്, വാഷിംഗ് കെയർസ് അതൊക്കെ ഇതിന് മൈൽഡ് സോപ്പേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുണ്ട്. അതുപോലെ കളർ ബ്ലീഡിംഗ് ഉണ്ട്. കോട്ടൺ എന്തായാലും വരുന്നത്. കൂടുതലും ഞാൻ ചെയ്യുന്നത് നാച്ചുറൽ ഡൈഡ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. കെമിക്കൽ ഡൈഡ് ഉപയോഗിക്കാറില്ല. എന്നാലും ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ചിലർക്ക് ഈ പ്രൈസ് റേഞ്ച് വരുമ്പോൾ നാച്ചുറൽ ഡൈസിന് റേറ്റ് കൂടുതലാണ്. ഇതിനാണ് കെമിക്കൽ ഡൈസിന് റേറ്റ് പൊതുവെ കുറവായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെയും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യേണ്ടി വരും. അത് ഓട്ടോമാറ്റിക്കലി അറിയാം. കുറെ മിക്കവർക്കും അറിയാം. കോട്ടൺ ഇഷ്ടപ്പെടുന്നവർക്ക് മിക്കവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ ചിലർക്ക് അത് എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തവരുണ്ട്. അതിനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെയാണെങ്കിലും ഒരു 2-3 വാഷ് കഴിയുമ്പോഴേക്കും കോട്ടൺ എന്താണെങ്കിലും ഡിമ്മാവും. അത് ഉറപ്പാണത് ആവും എന്നുള്ള കാര്യം. പക്ഷേ അതിനോട് ഇഷ്ടമുള്ളവർ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇത്രയും 15 കൊല്ലമായിട്ട് ഞാൻ കോട്ടൺ യൂസ് ചെയ്യുന്നതാണ്. ഒരു ദിവസം ഞാൻ രാവിലെ എടുത്തിട്ടാൽ ഏകദേശം ഒരു 15 to 16 hours ഞാൻ എൻ്റെ കോട്ടൺ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഞാനത് ചെയ്യുന്നതെന്ന് വെച്ചാൽ വാഷ് ചെയ്യുന്ന സമയത്ത് മൈൽഡ് സോപ്പ് ഇട്ട്, അത് കൂടുതലും ബാത്ത് സോപ്പാണ് ഞാൻ ഇടുന്നത്. ഇട്ടിട്ട് അതിനെ എന്താ പറയുക, നമ്മൾ അലക്കി കഴിഞ്ഞ് നമ്മൾ പിഴിയുക അതൊന്നും ചെയ്യില്ല. അതിനെ വെച്ചാൽ വെള്ളം ഹാങ്കറിലിട്ട് തണലത്തിട്ട് ഉണക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ രീതിക്ക് തന്നെ ഉണങ്ങാൻ വിടുക ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത് കൂടുതലും നല്ലതാണ്, കൂടുതലും ലാസ്റ്റിങ്ങിന് നല്ലതാണ്. സ്റ്റാർച്ചിങ് ചെയ്യുന്നുണ്ടോ? സ്റ്റാർച്ചിങ് ശരിക്കും കോട്ടൺ അങ്ങനെ നിർബന്ധമില്ല. ശരിക്കും മിക്കവരും ചെയ്തിട്ടുണ്ട്. അത് ഇഷ്ടപ്പെടുന്നവർക്ക് ചെയ്യാം. വേണമെന്ന് നിർബന്ധമില്ല. ഓട്ടോമാറ്റിക്കലി ആ ത്രെഡിന് ഒരു സ്റ്റാർച്ച് ഉണ്ട്. അപ്പോൾ അതിനുള്ളിൽ ഒരു സോഫ്റ്റ് ആയിട്ട് കിടക്കുന്നതാണ് നമുക്ക് കുറച്ചും കൂടി സ്കിൻ ഫ്രണ്ട്ലി, കുറച്ചും കൂടി നല്ലതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഫ്ലോ, മെറ്റീരിയലിൻ്റെ ഒരു ഫ്ലോ ഉണ്ട്. ആ ഫ്ലോയ്ക്ക് അനുസരിച്ച് വീഴണം എന്നുണ്ടെങ്കിൽ സ്റ്റാർച്ച് ഇട്ട് കഴിഞ്ഞാൽ അതിനെ കട്ട് ചെയ്യും. അപ്പോൾ അതില്ലാന്ന് വരുന്നതാണ് എനിക്ക് താല്പര്യം. ഞാൻ അത് തന്നെയാണ് എല്ലാവരോടും പറയുന്നത്. എല്ലാവരോടും ചോദിക്കുമ്പോൾ പറയും. പിന്നെ നിങ്ങൾക്കൊരു ഫംഗ്ഷന് പോകണം, നല്ല രീതിയിലൊക്കെ അങ്ങനെ നിൽക്കണം, അങ്ങനെ വേണമെങ്കിൽ. പക്ഷേ ഡെയിലി യൂസിന് സ്റ്റാർച്ച് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ചിലർ 1-2 പ്രാവശ്യം അത് യൂസ് ചെയ്യണം എന്നുള്ളവരുണ്ടാവും. ഇന്നിട്ടിട്ട് ഇന്ന് തന്നെ വാഷ് ചെയ്യില്ല, 2 ദിവസം കഴിഞ്ഞ്, അല്ലെങ്കിൽ പിന്നെ ഒരു പ്രാവശ്യം കൂടി അതിനെ യൂസ് ചെയ്യണം എന്നുള്ളവർ അത് സ്റ്റാർച്ചിട്ടെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി നല്ലതാണ്. മറ്റേത് സ്റ്റാർച്ച് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 2 ടൈം കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചേച്ചി എങ്ങനെയാണ് ഡേ ടു ഡേ ലൈഫ്, അതായത് ബിസിനസ് ലൈഫും ഫാമിലിയിലെ തിരക്കും ഇതെല്ലാം ഡീൽ ചെയ്ത് പോകുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ഒരു മാനേജ്മെന്റ് എന്ന് പറയാം. ഇപ്പോൾ കുറേ ഇതിനുള്ളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫാമിലിയിലെ ഒരുപാട് കാര്യങ്ങളിലേക്ക് എനിക്ക് ഇറങ്ങാൻ നോർമലി പറ്റാറില്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടീവാണ്. പുള്ളി നല്ല രീതിയിൽ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മക്കളും അതുപോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെ ഒരു പിന്നെ ഫുൾ ടൈം എനിക്ക് വീട്ടിൽ ആളുണ്ട് വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് അതല്ലാതെ പറ്റില്ല. കാരണം ഞാൻ ബിസിനസ്സിൽ വേറെ വീട്ടിൽ നിന്ന് അവർ വന്നിട്ട് ഒന്നും എനിക്ക് ചെയ്യില്ല. ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഹസ്ബൻഡ് കൊച്ചിൻ റിഫൈനറിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഇപ്പോൾ റിട്ടയർഡായി വർക്ക് ചെയ്തത്. അപ്പോൾ പുള്ളിക്ക് ഓൾറെഡി പുള്ളിയുടേതായിട്ടുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് അതിനുള്ള സമയങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ തന്നെയാണ് കൂടുതലും ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തനിച്ച് ഹാൻഡിൽ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ. അപ്പം അതിനുള്ള രീതിയിൽ മാറി നിന്നുകൊണ്ടുള്ള ഒരു കാര്യം നമുക്കൊന്നും പറ്റില്ല. 2 കാര്യം കൂടി മാനേജ് ചെയ്യാൻ. അപ്പം അതുകൊണ്ടിട്ട് അങ്ങനെയാണ് കൂടുതലും. എല്ലാവരും സപ്പോർട്ടീവായിരുന്നു. അതുകൊണ്ടിട്ട് അങ്ങനെ വിഷയങ്ങളുണ്ടായിരുന്നു. ചേച്ചിക്ക് ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നോ ഈ പാഷൻ, ഇതെനിക്ക് ഇങ്ങനെ ചെയ്യണം, അല്ലെ തുണികളോടുള്ള ഇഷ്ടം ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നോ? എനിക്ക് ചെറുപ്പം മുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് അറിഞ്ഞൂടാ. ശരിക്കും ഈ സ്റ്റിച്ചിങ്ങിലേക്കോ അല്ലെങ്കിൽ ഇതിലേക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം. ഞാൻ വരയ്ക്കുമായിരുന്നു നന്നായിട്ട്. ചെറിയ ചെറിയ ക്രാഫ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതായിരുന്നു. അപ്പം അങ്ങനെ 10th കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു. അച്ഛനും അമ്മയ്ക്കും ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ഇന്ത്യൻ അലുമിനിയം കമ്പനി എന്ന് പറയുന്നത് ഏലൂരൊരു കമ്പനിയുണ്ട്. അതിൽ വർക്ക്സ് മാനേജറുടെ PA ആയിട്ടാണ് അച്ഛൻ വർക്ക് ചെയ്തിരുന്നത്. അമ്മ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ 2 പേരും ജോലിക്കാരാണ്. അപ്പോൾ ഈ 10th കഴിഞ്ഞിട്ട് ഇവർ 2 ജോലിക്കാരായതുകൊണ്ട് തന്നെ 10th കഴിയുമ്പോൾ നമുക്ക് 2-3 മാസം നമുക്ക് അവധി വരും. അപ്പോൾ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുത്തണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഒരു തയ്യൽ പഠിക്കാൻ, അന്നത്തെ കാലത്തൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ പാസ് ഔട്ട് ആവുന്ന 87-ലാണ്.
അപ്പോൾ അതിൽ ആ ഒരു ടൈമിൽ വേറെ ഒന്നുമില്ല നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു തയ്യൽ, അന്ന് എല്ലാവരും പോകണം, ഒന്നിക്ക് ടൈപ്പ് റൈറ്റിംഗ് പോകും, മയിലിന് തയ്യൽ പഠിക്കാൻ. അങ്ങനെ തയ്യൽ പഠിക്കാനായിട്ട് വിട്ടു. പക്ഷേ ഞാൻ അവിടെ ചെന്നിട്ട് തയ്യൽ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മിഷൻ എംബ്രോയിഡറിയുടെ ഇത് കണ്ടു, പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അതും കൂടി ചേർന്ന് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വരയ്ക്കുന്നത് കൊണ്ടിട്ട്, അപ്പോൾ ഞാൻ വരയ്ക്കുന്നത് എനിക്ക് എംബ്രോയിഡറി ചെയ്തെടുക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമാണെന്ന് തുടങ്ങി. അങ്ങനെയാണ് കൂടുതലും അതിനകത്തേക്ക് ഇൻട്രസ്റ്റ് ആയി തുടങ്ങിയത്. പിന്നീട് അതിന് ശേഷം ഞാൻ പഠിത്തം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഡ്രസ്സുകൾ ഞാൻ തന്നെ ചെയ്ത് നോക്കി തുടങ്ങി. അത് ഏകദേശം സക്സസ് ആയി എന്ന് കണ്ടപ്പോൾ പിന്നെ ഞാൻ എൻ്റെ മാരേജ് വരെ ഞാൻ എൻ്റെ ഡ്രസ്സുകൾ ഞാൻ തന്നെയാണ് ചെയ്തത്. അങ്ങനെയായിരുന്നു എനിക്കൊരു തുടങ്ങിയത്. പക്ഷേ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനെപ്പറ്റി ഇഷ്ടം തോന്നിക്കഴിഞ്ഞിട്ട് വന്ന് കഴിഞ്ഞാൽ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ഫാദറിനോട് പറഞ്ഞത്. അന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണുള്ളത് ഒരു എന്തോ കോസ്റ്റ്യൂം ഡിസൈനിങ് എന്ന് പറഞ്ഞിട്ടൊരു 1 year കോഴ്സ് ഉണ്ടായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ. അതിൽ ചേരാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനും അമ്മയും സമ്മതിച്ചില്ല. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് തയ്യലെന്ന്, അന്ന് ഫാഷൻ ഡിസൈനിങ് അങ്ങനെ ഒരു കൺസെപ്റ്റേ ഇല്ല, ഡിസൈനർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇല്ല അന്ന്. അപ്പോൾ അവർ സമ്മതിച്ചില്ല. അവർ പറഞ്ഞു ഇല്ല, പറ്റില്ല, എൻ്റെ മോള് തയ്യൽക്കാരിയാണെന്ന് അറിയപ്പെടാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്ന് തോന്നുന്നു. അച്ഛൻ എന്നെ കൊണ്ട് ഡിഗ്രിക്ക് മാത്സ് എടുത്ത് പഠിപ്പിക്കാനായിട്ട് ചേർത്തു. പക്ഷെ അപ്പം ഞാനൊന്നും അങ്ങനെ എതിർത്ത് അങ്ങനെ പറയാത്ത ഒരാളാണ്. അപ്പോൾ അച്ഛന് വേണ്ടിയിട്ട് ഞാൻ മാത്സ് പഠിച്ചു. പറഞ്ഞുകൊണ്ടാണ് പഠിച്ചത്, അച്ഛന് വേണ്ടിയിട്ടേ ഞാൻ പഠിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് പഠിച്ചത് തന്നെ. അത് കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞപ്പോഴും ഞാൻ ചോദിച്ചു ഞാനിത് പഠിച്ചോട്ടെ. അപ്പോഴേക്കും കുറച്ചും കൂടി അതൊക്കെ അവിടെ ഇവിടെയൊക്കെ വന്നു തുടങ്ങി. അപ്പോഴും അച്ഛൻ സമ്മതിച്ചില്ല, പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ കൊണ്ടിട്ട് കമ്പ്യൂട്ടർ ഡിപ്ലോമയ്ക്ക് കൊണ്ട് ചേർത്തു. അതും കഴിഞ്ഞു. അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ കല്യാണം നടക്കുന്നത്, 21ാമത്തെ വയസ്സിൽ. ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ഇപ്പം വേണ്ട, കുട്ടികളൊക്കെ ആയി കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ആവാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ ഞാൻ കാത്തിരുന്നു. ഏകദേശം ഇപ്പം 2 പിള്ളേരുണ്ട് എനിക്ക്, മോനും മോളുമാണ്. മോള് സ്കൂളിൽ പോയി തുടങ്ങിയപ്പോഴാണ് അവളോടൊപ്പം തന്നെ ഞാനും പോയി ജോയിൻ ചെയ്തു. ഇങ്ങനെ കൊച്ചിനിൽ തന്നെ ഒരു NIFD എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു അന്ന്, അവിടെയാണ് പോയി ചെയ്തത്. അത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് എനിക്ക് തോന്നി എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചൊക്കെ സ്റ്റിച്ചിങ് അറിയാവുന്നതുകൊണ്ടിട്ട് എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിരുന്നു. അതിന് കൂടുതലും അവിടെ നിന്ന് നമുക്ക് കിട്ടിയ കൂടുതലും ഡിസൈനിങ് ടെക്നിക്സുകളാണ് ഞാൻ കൂടുതലും പഠിപ്പിക്കുന്നത്. സ്റ്റിച്ചിങ് എനിക്ക് ഒരു ഇത് അറിയാവുന്നതുകൊണ്ട് എനിക്ക് അതിൻ്റെ വിഷയം ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് എങ്ങനെ ഉപയോഗിക്കണം, ഏതൊക്കെ രീതിയിൽ ചെയ്യണം, അല്ലെങ്കിൽ ഓരോരുത്തർക്ക് വേണ്ടി എങ്ങനെ നമുക്ക് പേഴ്സണലൈസ് ചെയ്ത് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ബോഡിക്ക് അനുസരിച്ച് നമുക്ക് ചെയ്യാം, തുണിയുടെ ഫ്ലോ അനുസരിച്ച് നമുക്ക് എങ്ങനെയാണ്, എല്ലാ തുണി കൊണ്ടും എല്ലാ പാറ്റേൺസും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് ഈ ഒരു ഇതിൽ കോഴ്സ് ചേർന്നതിന് ശേഷമാണ് എനിക്കതിനൊക്കെയുള്ള പറ്റുന്നത് കിട്ടുന്നത്. ഫീൽഡിലേക്ക് വന്നതിന് ശേഷം ഗുണം ചെയ്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാവുന്നുണ്ടെങ്കിൽ നമ്മൾ ആരെയും പഠിപ്പിക്കാൻ പറ്റില്ല. നമ്മുടെ ഒരു പ്രൊഡക്റ്റ് അതൊരു ഫിനിഷ് ആയിട്ട് വരുമ്പോഴേ എനിക്ക് അതിനെ ഒരു ഡിസൈനർ എന്നുള്ള ലെവലിൽ പറയാൻ പറ്റും. ഒരു വരച്ചു കൊടുത്തിട്ട് ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് വേറൊരാൾ ചെയ്തു തരുന്ന ഒരു പ്രൊഡക്റ്റിന് എനിക്ക് പറയാനത് ബുദ്ധിമുട്ടാണ്.